സയ്യിദ് 1967 മത്സരിച്ച് പോയത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്. നാഞ്ചിലെ കോൺഗ്രസ് ഐന ആപ്പീസ് കോൺഗ്രസിൻ്റെ അതല്ലേ കോൺഗ്രസിൻ്റെ ആപ്പീസ് ചെയ്താന്ന് കേട്ടാൽ അത് കാണിപ്പാൻ കൂടി ഒരു മൂടസലാമ്പ് കിട്ടിയാലും മതി, ആട്ടിന് ആല കിട്ടിയാൽ നിങ്ങൾക്ക് മതി. അപ്പം അതിൽ നിങ്ങളിപ്പോൾ ചോദിച്ച ഒരു ചോദ്യമില്ല എന്നാ പഴയ കാലത്തെ അതിനകത്ത് ഹെഡിങ് തന്നെ 1950 മുമ്പുള്ള ദ്വീപുകൾ. അപ്പം അങ്ങനെ സയ്യിദ് സാഹിബ് എന്നെ വളർത്തി, ഇന്ദിരാഗാന്ധി വളർത്തി കൊണ്ടാണ് വന്നത്. ഒരു പെട്ടെന്ന് വലിയ ഒരു അധികാരം കിട്ടുവാണ് സയ്യിദ് സാഹിബ് ആരും അറിയാതെ ചരൺ സിംഗ് എന്നെ കൂടെ പോകേണ്ടത്. സ്വന്തം കൈ കൊണ്ട് എഴുതിയ ലെറ്റർ ഉണ്ട്, അത് അമ്മ കയ്യിലെ മറ്റേ കോൺഗ്രസ് ഓഫീസിനുണ്ട്. ഇന്ത്യ രാജ്യത്തിൽ ഇന്ന് അമറുള്ള മാത്രമാണ് പരാജയപ്പെട്ടത്. സെക്യൂരിറ്റി പോലും കിട്ടാതെ പരാജയപ്പെട്ടത് അമറുള്ള മാത്രമാണ്. ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്ന് കമ്പനിയോട് പറയേണ്ടത്, നിങ്ങൾ ഇങ്ങനെ കോൺഗ്രസ് പാർട്ടിയും വിട്ട് മറ്റേ അവിടേക്ക് പോയത് ശരിയായല്ല, ദ്വീപുകാർ ആരും സപ്പോർട്ട് ചെയ്തേല. നിങ്ങളെ പ്രതിനിധി എന്നെ കൂടെ ആവശ്യപ്പെട്ടത് 3 കാര്യമാണ്. ഒന്ന്, ഒരു സിമൻറ്റ് ഫാക്ടറി. അതെല്ലാം കോടതി അംഗീകരിച്ച കാര്യങ്ങളാണ്. കോടതി അംഗീകരിച്ച് ഞങ്ങളെ മറ്റേ കേസ് ഓഫാണെന്ന് കണ്ട് അപ്പോൾ കേസിന് ഇവ ബാധിച്ചത് ഇത് പ്രൈവറ്റാണ്, ഓഫമില്ല. ഇത് ഇല്ല പോക്കിന് കുടുംബത്താണ്. ഇടിഞ്ഞുകൊണ്ട് കുളിപ്പാലായുണ്ട്, കുളിപ്പാൽ ഒന്നാം ഡ്രസ്സ് മാറ്റുണ്ട്. അതിനാണ് കൗണ്ടറിനെ എന്നെ വിളിക്കണ പോലെ സൈസായി പള്ളിയും കൊണ്ടാരും MP ആകൊണ്ട നിങ്ങൾക്ക് മറ്റേ കൊണ്ട് പള്ളിക്കാരെടുത്ത് പതിവ് രാഷ്ട്രീയവൽക്കരണങ്ങളില്ലേ. അപ്പം നീതിപുലരോട് നീതികാരോട് പ്രവർത്തിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടുന്നത് എല്ലാവർക്കും വിഹിതം കിട്ടണം. ഒരു ഡെവലപ്മെൻറ്റ് സ്കീം ഉണ്ടാക്കേണ്ട അവസരത്തിൽ ഒരു കോൺഗ്രസ്സുകാർക്ക് വേണ്ടി മാത്രമേ എനിക്ക് NCPക്കാരെ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റൊരുത്തനെ എടുക്കാൻ പാടില്ല. ഓക്കെ, അവിടത്തെ കാര്യം